ആശാവർക്കർമാരുടെ സമരത്തിന്റെ യഥാർത്ഥ കാരണം കേന്ദ്ര സർക്കാരെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് എളമരം കരീമും പറഞ്ഞു. സമരത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് CPI നേതാവ് ആനി രാജയും പ്രതികരിച്ചു. ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരത്തിന്റെ യഥാർത്ഥ കാരണം കേന്ദ്ര സർക്കാരെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനും തൊഴിലാളി സംഘടനകൾക്കുമെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ്. കേന്ദ്ര നിലപാടിനെതിരെ CITന്റെ നേതൃത്വത്തിൽ സമരം നടത്തുമെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവർക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പരിരക്ഷയുണ്ടോ? നിയമത്തിന്റെ പരിരക്ഷ വേണം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 600 രൂപ ഒരു ദിവസം കൂലി കിട്ടണമെന്നും ഒരു വർഷത്തിൽ 200 ദിവസത്തെ ജോലി കിട്ടണമെന്ന ആവശ്യമുയർത്തുന്നത് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളാണ്. ആശാവർക്കർമാരുടെ സമരം ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് എളമരം കരീം പറഞ്ഞു. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും എളമരം കൂട്ടിച്ചേർത്തു. പൊതുപണിമുടക്കം വരുമ്പോൾ പോലും ആശുപത്രികൾ, പത്രങ്ങൾ, പാൽ വിതരണം ഇതിനെ ഒഴിവാക്കിയിട്ടാണ് ദേശീയ പണിമുടക്കവും സംസ്ഥാന പണിമുടക്കവും ഒക്കെ പ്രഖ്യാപിക്കുക. അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. അവരെന്തോ ചെയ്യുന്നു. ആശാവർക്കർമാരുടെ സമരത്തിൽ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു CPI നേതാവ് ആനി രാജയുടെ പ്രതികരണം. ഞങ്ങളുടെ ഈ പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രമാണ് അവരെ തൊഴിലാളികൾ എന്ന് അംഗീകരിക്കേണ്ടത്. സുപ്രീം കോടതിയുടെ മുന്നിൽ പോലും കേന്ദ്രം അത് UPAയുടെ കാലത്തും ഒരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവരെല്ലാം വോളണ്ടിയേഴ്സ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.